بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖികളും മുവഹിദുകളുമായി ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. സൂറത്തുൽ ഇൻശിഖാഖിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ. ആർക്കാണോ തങ്ങളുടെ വലത് കൈയിൽ രേഖ ലഭിക്കുന്നത് അവർക്ക് എളുപ്പമുള്ള വിചാരണ നൽകപ്പെടും. അവർ അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ ആളുകളിലേക്ക് സന്തുഷ്ടരായി മടങ്ങും. നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി ഹാജരാക്കപ്പെടുന്ന കർമ്മരേഖകൾ നമ്മുടെ മുന്നിൽ നിവർത്തപ്പെടുന്ന ആ നിർണായകമായ സാഹചര്യത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ നാം മനസ്സിലാക്കി. അടുത്തതായി ആ രേഖയിലെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള വിചാരണയാണ്. അതിലൊന്നാമത്തേത് എളുപ്പമുള്ള വിചാരണ. അത് 2 തരത്തിലുണ്ട്. ഇനി അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി, ആർക്കാണ് ഇടത് കൈയിൽ കിതാബ് കിട്ടുന്നത്. മറ്റൊരിടത്ത് അമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ലഹരി, ആർക്കാണോ തങ്ങളുടെ പിറകിലൂടെ കിതാബ് കിട്ടുന്നത്. എന്നിട്ട് അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, എനിക്ക് ഇങ്ങനെ ഒരു കിതാബ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, എന്താണ് വിചാരണ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ പരലോകത്ത് നമ്മുടെ മരണം വരെയുള്ള ജീവിതം വിചാരണ ചെയ്യും എന്ന കാര്യം ഞാൻ ചിന്തിച്ചിരുന്നില്ല. അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. ഇതുവരെ മരിക്കുന്നത് വരെ ജീവിതം ഒഴുകിപ്പോയതുപോലെ മരിച്ചു കഴിഞ്ഞാലും അങ്ങനെ ഒഴുകിപ്പോകുന്ന അയാൾ കരുതിയത്. മനഃപൂർവ്വം പരലോക വിചാരണയെ മനസ്സിലാക്കി അവിടെ തരണം ചെയ്യാൻ തക്കവണ്ണമുള്ള ജീവിതം, വിശ്വാസം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആരാധനകൾ, കർമ്മങ്ങൾ, സ്വഭാവ സംസ്കാരങ്ങൾ, ഇതൊന്നും ചിട്ടപ്പെടുത്താൻ അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു വിചാരണയെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നാളെ വിലപിക്കും. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരടിമയുടെ 2 കാൽപാദങ്ങളും ചലിക്കുകയില്ല, നീങ്ങുകയില്ല. ഹത്താ യുസ്അല അൻ ഉംരി, അവന്റെ ആയുസ്സിനെ കുറിച്ച്, ഫീമ അഫ്നാ, ഏതൊരു വിഷയത്തിലാണ് ആയുസ് അവൻ ചെലവഴിച്ചത് എന്ന്, അവൻ വിനിയോഗിച്ചത് എന്ന് ചോദ്യം ചെയ്യപ്പെടാതെ. അപ്പോൾ വിചാരണയുണ്ട്, ചോദ്യം ചെയ്യപ്പെടലുണ്ട് നമ്മുടെ ആയുസ്സിനെ കുറിച്ച്. നമുക്ക് അല്ലാഹു നൽകിയ ജീവിതം ഏത് തരത്തിലാണ് നാം കഴിച്ചുകൂട്ടിയത് എന്ന ചോദ്യമുണ്ട്. എങ്ങനെയാണത് തീർത്ത് കളഞ്ഞത്. വാൻ ഇൽമിഹി,
അവന്റെ അറിവിനെ കുറിച്ച് ചോദിക്കും. ഫീമ ഫഅല, ആ അറിവ് നേടിയ വിഷയത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു. ദീനിനെ കുറിച്ച് നീ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു, പക്ഷേ ആ ഇൽമിനെ നീ അമലാക്കിയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം. വാൻ മാലിഹി, അവന്റെ ധനത്തെക്കുറിച്ച്, ഭൗതിക ജീവിതത്തിന്റെ ആധാരമായ സമ്പത്ത്. നമുക്ക് അള്ളാഹുവിന്റെ നിയമത്തനുസരിച്ച് അവൻ വിധിച്ച സമ്പാദ്യം ലഭിച്ചിട്ടുണ്ട്. ആ സമ്പാദ്യത്തെക്കുറിച്ച് ചോദിക്കും. മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്, എവിടെയാണ് നീ ചെലവഴിച്ചത്? ഹലാലായ സമ്പാദ്യമാണോ? നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാണോ? വാൻ ജിസ്മി, നിന്റെ ഈ തടിയെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച് ചോദിക്കും. അത് ചോദിക്കാതെ മുന്നോട്ട് വെക്കാൻ കഴിയില്ല ഒരു കാൽപാദവും. ഫീമ അബിലാഹു, എന്തിലാണ് നിന്റെ ഈ ശരീരം നീ തുലച്ചു കളഞ്ഞത്? നമ്മുടെ ഈ ആരോഗ്യം ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു? അള്ളാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടിയാണോ, ദുനിയാവിന്റെ താൽക്കാലികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ? ഇത് തീർച്ചയായിട്ടും നാളെ വിചാരണക്ക് വിധേയമാകുന്ന വിഷയമാണ്. ആ ഒരു രംഗമാണ് കിതാബ് നമ്മുടെ മുന്നിൽ നിവർത്തപ്പെടുന്നതോടുകൂടി ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സന്ദർഭത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം കണ്ണീർ വാർക്കാറുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്കറിയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ഓതിത്തരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ നബിയെ, താങ്കൾക്കാണല്ലോ ഖുർആൻ ഇറങ്ങിയത്, അങ്ങനെയുള്ള താങ്കൾക്ക് ഞാൻ ഖുർആൻ എഴുതി തരികയോ? ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കേട്ടുപഠിച്ച ആളാണ്, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഓതിത്തരികയോ എന്ന് ചോദിച്ചപ്പോൾ അതെ, താങ്കൾ ഓതണം, എനിക്കത് കേൾക്കണം. അങ്ങനെ അദ്ദേഹം ഖുർആനിലെ 4-ാമത്തെ അധ്യായമായ സൂറത്തു നിസാ പാരായണം ചെയ്യാൻ തുടങ്ങി. ധാരാളം ആയത്തുകൾ അദ്ദേഹം ഓതി കേൾപ്പിച്ചു. അങ്ങനെ 40 ആയത്തുകൾ കഴിഞ്ഞു 41-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കുടുകുടേ കണ്ണീർ, കേവലം ഒരു നനവല്ല, നന്നായി അദ്ദേഹം കരഞ്ഞു, ശരിക്കും പേടിച്ച് കരയാണ്. എന്താ? വിചാരണയെക്കുറിച്ചാണ്. ഖുർആൻ പറയുന്നു, ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, എല്ലാ ഉമ്മത്തിലും ഒരു സാക്ഷിയെ നാം കൊണ്ടുവരുമ്പോൾ ആ അവസ്ഥ എങ്ങനെയുണ്ടാകും? വജിഅ്നാ ബിക അലാ ഹഉലായി ഷഹീദ, നിന്റെ ഈ ഉമ്മത്തിന് സാക്ഷിയായി അവർക്ക് നീ ദീൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നതിന് സാക്ഷിയായി നിന്നെ ഞാൻ കൊണ്ടുവരുമ്പോൾ എങ്ങനെയുണ്ടാകും? ഖിയാമത്ത് നാൾ വരെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, അവർ തെറ്റ് ചെയ്താൽ, അവർ തിന്മയിൽ ജീവിച്ചാൽ, അവരുടെ വിശ്വാസം പിഴച്ചാൽ, കർമ്മങ്ങൾ പിഴച്ചാൽ, നബിയോട് ചോദിക്കും, നീ ഇവർക്ക് ഇത് എത്തിച്ചു കൊടുത്തിട്ടില്ലേ? സത്യം എന്താണ് എന്ന് എത്തിച്ചു കൊടുത്തിട്ടില്ല. അപ്പം ഈ ഉമ്മത്തിന്റെ വിചാരണ തീരുന്നതുവരെ മുഴുവൻ അംഗങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സാക്ഷിയായി നിൽക്കും. വിചാരണ വേളയിൽ സാക്ഷ്യം വഹിക്കുന്ന രംഗം എങ്ങനെയുണ്ടാകും? അതിന്റെ ഗാംഭീര്യമാണ് ചോദ്യം. യൗമഇദി യവദ്ദുല്ലദീന കഫറൂ വഅസൗ റസൂൽ ലൗ തുസവ്വാ ബിഹിമുൽ അർദ് വലാ യക്തുമൂനല്ലാഹ ഹദീസ. സത്യനിഷേധികൾ, റസൂലിനെ ധിക്കരിച്ചവർ അന്നേ ദിവസം ആഗ്രഹിക്കുമെന്നാണ്, അവരുമായി ഈ ഭൂമി നിരപ്പായി പോയിരുന്നെങ്കിൽ, അതായത് ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പൊന്നുമില്ല, ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ അങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അന്നേരം ചിന്തിക്കും. അന്നേരം ചിന്തിച്ചിട്ട് കാര്യമില്ല, കാരണം അവർ നിരപ്പായിട്ടില്ലല്ലോ, അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നല്ലോ. വിചാരണ ഇത് ആരംഭം കുറിച്ചു. അതിന്റെ മുന്നോടിയായി അവരുടെ കർമ്മരേഖകൾ അവരുടെ മുമ്പാകെ നിവർത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി വിചാരണയാണ്. ഈ ആയത്ത് കേട്ടതോടുകൂടി ഫബക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. വഖാല, അദ്ദേഹം പറഞ്ഞു, ഹസ്ബുക് യബ്ന മസ്ഊദ്, മതി ഓതിയത്. അവിടെ നിന്ന് അങ്ങോട്ട് ഖുർആൻ ആയത്ത് ഓതി കേൾക്കാനുള്ള ത്രാണിയില്ലാത്ത വിധം പരലോകത്തെ വിചാരണയുടെ ആ രംഗം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഞെട്ടലും ഭീതിയും ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2 തരത്തിലുള്ള വിചാരണയാണ്. ഒന്ന് സത്യവിശ്വാസികളുടെ വിചാരണ, 2 സത്യനിഷേധികളുടെ വിചാരണ. സത്യവിശ്വാസികളുടെ വിചാരണ തന്നെ 2 തരത്തിലുണ്ട്. അതെങ്ങനെ? ഒന്ന്, വിചാരണയൊന്നുമില്ല, അവരുടെ അമലുകൾ പ്രദർശിപ്പിക്കുന്നു, അവർ വെറുതെ വിടുന്നു. രണ്ടാമത്തേത്, അവരുടെ അമലുകൾ മുഴുവൻ അവർക്കും എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ പരസ്യമായി അവരുടെ തെറ്റുകൾ ചോദ്യം ചെയ്യുന്നില്ല. രഹസ്യമായിട്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് അടുപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കും, നീ ചെയ്ത തെറ്റ് തന്നെയല്ലേ ഇത് എന്ന് ചോദിക്കും. ആ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൽ നിവേദനം, സമീഅത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിന, തീർച്ചയായും അള്ളാഹു സത്യവിശ്വാസികളെ അടുപ്പിക്കും, തന്റെ അരികിലേക്ക് അടുപ്പിക്കും. ഫയളഉ അലൈഹി കനഫഹു, അവന്റെ ആ ചുമൽ
തന്നിലേക്ക് ചേർത്ത് വെക്കും. വയസ്തുറുഹു, എന്നിട്ടത് മറയിടും. ഫയഖൂൽ, എന്നിട്ട് ചോദിക്കും, അതാരിഫു ദംബകദ, നീ ചെയ്ത ഈ കുറ്റം നീ ഓർക്കുന്നുണ്ടോ? സത്യവിശ്വാസികൾ അള്ളാഹു വിചാരണ ചെയ്യുന്ന രീതിയാണ്. അവരുടെ നന്മകൾ പ്രദർശിപ്പിക്കുക. എല്ലാവരും കാണും, അവരും കാണും, മഹ്ശറിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും കാണും, പ്രിയപ്പെട്ടവരും അല്ലാത്തവരും. നന്മകൾ മാത്രം, തിന്മകൾ കാണിച്ചു കൊടുക്കൂല. ആ നന്മകൾ എല്ലാവരും കണ്ടു, എല്ലാവരും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഉടമസ്ഥന് സന്തോഷം ഉണ്ടാവുമല്ലോ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകൾ ഇഷ്ടം പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. തൗഹീദുണ്ട്, നിസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പും ഹജ്ജും, അങ്ങനെ നന്മയുടെ ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം അള്ളാഹു പ്രദർശിപ്പിച്ചു. എന്നാൽ മനുഷ്യരാണ്, തെറ്റുകളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. ആ തെറ്റുകൾ, അത് ആദം അലൈഹി സ്വലാമിന് പോലും ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. തുടരുത് എന്ന മരം തൊട്ടു. ആ മരം തൊട്ടതിനെ കുറിച്ച് ആദം നബിയോട് അള്ളാഹു ചോദിക്കുമ്പോൾ അതാരും കാണൂല, ഒരു മറയിടും. എന്നിട്ട് ആദം നബിയോട് ചോദിക്കും, നിന്നോട് ഞാനൊരു മരം തൊടരുതെന്ന് പറഞ്ഞു, പക്ഷേ നീ അത് തൊട്ടു, ശരിയല്ലേ? ആ താരിഫ് ദമ്പക്കഥ, നിന്റെ കുറ്റം നീ ഓർക്കുന്നില്ലേ? അപ്പോൾ ആ വ്യക്തി എന്തു പറയും? ആ താരിഫ് ദമ്പക്കഥ, ഓരോ തിന്മയും എടുത്തിട്ട് ആദം നബിക്ക് ആ ഒരു കാര്യം മാത്രമേ എടുത്തിനാണുള്ളൂ. പക്ഷെ നമുക്കൊക്കെ എത്ര ഉണ്ടാകും? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഓരോ പാപവും ഇങ്ങനെ എടുത്തിട്ട് ആ താരിഫ് ദമ്പക്കഥ, ഇത് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇന്ന ഇത്രയും സാക്ഷികൾക്കിടയിൽ നീ ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ്, ആരും കണ്ടിട്ടില്ല എന്ന് നീ വിചാരിക്കുമ്പോഴും അവിടെ അരിച്ചിറങ്ങുന്ന ഒരു ഉറുമ്പ് സാക്ഷ്യം പറയും, അവൻ ആ പ്രവർത്തിച്ച മണ്ണ് സാക്ഷ്യം പറയും, അവൻ പ്രവർത്തിച്ച അവന്റെ സ്വന്തം അവയവങ്ങൾ തന്നെ സാക്ഷ്യം പറയും, നാവ് സീൽ വെക്കുകയും കൈകൾ സാക്ഷി പറയുകയും ചെയ്യുന്ന വിസ്മയകരമായ ഒരു രംഗമാണ്. ഒന്നും നിഷേധിക്കാൻ പറ്റില്ല, ഈ തെറ്റ് നീ ചെയ്തതല്ലേ എന്ന് ചോദിക്കും. ഇത് ചോദിക്കുമ്പോൾ മഹ്ശറിൽ ആരും ഇത് കാണുന്നില്ല, വലിയൊരു കർട്ടനിട്ട് മറച്ചിരിക്കാം, ഇവനും റബ്ബും മാത്രമാണ്. ആ തെറ്റ് ഇവൻ വിചാരിച്ച് ചെറിയ തെറ്റല്ലേ, അത് മാപ്പായി പോയില്ലേ, വിട്ടുപോയില്ലേ, ഞാൻ എത്ര തൗബ ചെയ്തു, എത്ര നിസ്കരിച്ചു, പാപങ്ങൾ പൊറുക്കാൻ തക്കവണ്ണമുള്ള എന്തെല്ലാം നന്മകളും ഇബാദത്തുകളും ഞാൻ കൊണ്ടുവന്നു, അതുകൊണ്ട് അതൊക്കെ എനിക്ക് മാപ്പ് കിട്ടിയിട്ടുണ്ടാകുമെന്ന ധാരണയിലിരിക്കുമ്പം റബ്ബ് അത് എടുത്തുകൊണ്ടു. നമ്മൾ മറന്നുപോയി, പക്ഷെ റബ്ബ് അത് എടുത്തുകൊണ്ടത് നീ ചെയ്തതല്ലേ. അപ്പം പറയാ, അതെ, നാം ഐ റബ്ബി, റബ്ബെ അതെ എന്ന് പറയും. അങ്ങനെ ഹത്താ ഖററഹു ബിദുനൂബിഹി, അവന്റെ എല്ലാ തെറ്റുകളും അവൻ സമ്മതിച്ചുകൊണ്ടിരിക്കും. ഓരോ തെറ്റുകളും റബ്ബെടുത്തിട്ട് അവനോട് ചോദിക്കുമ്പോൾ, അത്താരിഫു ദംബകദ, നിന്റെ ഈ കുറ്റം നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, വറആ ഫീ നഫ്സിഹി അന്നഹു ഹലക, അവന്റെ മനസ്സിൽ അവൻ വിചാരിച്ചു, അവൻ മനസ്സിലാക്കി, അവൻ തുലഞ്ഞുപോയി, റബ്ബിതൊന്നും മാപ്പ് തന്നിട്ടില്ല എന്ന് അവൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് റബ്ബ് ഇത് എടുത്തിട്ടത്. ഞാൻ തൗബ ചെയ്യുന്നത് ശരിയാണ്, ആ തൗബ റബ്ബ് സ്വീകരിച്ചില്ല എന്നവൻ ഭയപ്പെട്ടു. അവന്റെ മനസ്സിൽ അന്നഹു ഹലക, അവൻ തുലഞ്ഞുപോയി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ആദം അലൈഹിസ്സലാം ആ ഒരു മരം തട്ടതിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടൂല എന്നുള്ള പേടിയിലാണ്. അതുകൊണ്ടാണല്ലോ ആദം നബിയോട് അങ്ങ് വിചാരണക്കെടുക്കണമെന്ന് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ, നഫ്സി നഫ്സി, എനിക്കെന്റെ നഫ്സി, എന്റെ കാര്യം തന്നെ ഞാൻ മറുപടി പറയാണ്ട് പേടിച്ചു നിൽക്കുകയാണ്. അള്ളാഹു മാപ്പ് കൊടുത്തു എന്ന് ഉറപ്പുള്ള വിഷയമാണ്, എന്നിട്ടും പേടിയാണ്. കാരണം വിചാരണ അത്രയും ഗൗരവമുള്ള സംഗതിയാണ്. അങ്ങനെ അവനിങ്ങനെ ബേജാറായി, എന്റെ ഈ തെറ്റുകളുടെ പേരിൽ അള്ളാഹു എന്നെ നരകത്തിലിടും എന്ന് ഭയന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു പറയും, സതർതുഹാ അലൈക ഫിദ് ദുനിയ, ദുനിയാവിൽ നിന്റെ ഈ തിന്മയെ മറച്ചുവെച്ചത് ഞാനാണ്. വഅനാ അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്ന് ഞാൻ നിനക്കത് മുഴുവനും മാപ്പ് തന്നിരിക്കുന്നു. ഫയൂത്വാ കിതാബ ഹസനാതിഹി, അവന്റെ നന്മയുടെ കിതാബുകൾ മാത്രം, രേഖ മാത്രം അവന് നൽകപ്പെടും. നന്മയുടെ രേഖ മാത്രമേ പിന്നെ അവന്റെ പേരിൽ മറ്റേതല്ല മാപ്പ് കൊടുത്തു മാറ്റിവെക്കും. ഇതാണ് സത്യവിശ്വാസികളുടെ വിചാരണ. അതായത് അവനെ അള്ളാഹു അപമാനിക്കുകയില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അത് പല കാരണങ്ങളാൽ മാപ്പ് കൊടുത്തു കഴിഞ്ഞു. അത് സ്വകാര്യമായി അവനെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബഹുജനങ്ങളുടെ മുന്നിൽ അള്ളാഹു പ്രദർശിപ്പിക്കുന്നത് അവന്റെ നന്മകൾ മാത്രമായിരിക്കും. ഇതാണ് എളുപ്പമുള്ള വിചാരണ. അങ്ങനെയുള്ള ലളിതമായ വിചാരണക്ക് മഹാഭാഗ്യം ലഭിക്കുന്ന സച്ചരിതരായ മുവഹിദുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വഅമ്മൽ കാഫിറു വൽ മുനാഫിഖൂൻ, എന്നാൽ സത്യനിഷേധിയോ മുനാഫിഖുകളാണെങ്കിൽ, ഫയഖൂലുൽ അശ്ഹാദ്, സാക്ഷികൾ പറയും, ഹൗലാഇ അല്ലദീന കദബു അലാ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ മേൽ കള്ളം പറഞ്ഞവരാണിവർ. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, ളുൽമ് ചെയ്ത അനീതി പ്രവർത്തിച്ചവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. അറിഞ്ഞോളൂ, അള്ളാഹുവിന്റെ ശാപമുണ്ട്. ശാപം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും പ്രതിഫലത്തിൽ നിന്നും അവർ വിദൂരമാണ്. ഇപ്പൊ സത്യവിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് കൂലങ്കഷമായ വിചാരണയില്ല, സൂക്ഷ്മമായി ഓരോന്നും എടുത്ത് പരിശോധിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ, നന്മകൾ മാത്രം കാണിച്ച്
തിന്മകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് നീ വിചാരിക്കേണ്ട, ഞാനത് അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ നിനക്ക് ഞാനത് മാപ്പ് തന്നു. ദുനിയാവിൽ നീ ചെയ്ത തെറ്റുകൾ പലരും കണ്ടിട്ടില്ല, ഞാൻ തന്നെ അന്നും മറച്ചു വെച്ചത്, ഇന്നും ഞാനത് മറച്ചു വെച്ചിരിക്കുന്നു. നിന്റെ തൗഹീദും നിസ്കാരവും മറ്റ് ഇബാദത്തുകളും കാരണമായി, നിന്റെ ഇസ്തിഗ്ഫാറും, അതേപോലെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹു എന്തെല്ലാം കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ ആ കാരണങ്ങളൊക്കെ സ്പർശിച്ചത് കാരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നൂഖിശൽ ഹിസാബ ഉദ്ദിബ, ആരെങ്കിലും വിചാരണയിൽ കൂലങ്കഷമായി വിലയിരുത്തപ്പെട്ടാൽ അവൻ ശിക്ഷിക്കപ്പെട്ടു. സത്യനിഷേധികളുടെ വിചാരണ അങ്ങനെയാണ്. നൂഖിശത്തിൽ ഹിസാബ് വിചാരണയിൽ എന്താണ്? കൂലങ്കഷമായിട്ട്, അതായത് ലിമ ഫഅൽത എന്ന് ചോദിക്കും. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്താൽ ഇത് നീ എന്തിനാ ചെയ്തത്? ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരുന്നാൽ ലിമ ലം തഫ്അൽ, എന്തുകൊണ്ട് നീ ചെയ്തില്ല? നമ്മുടെ ഏതെങ്കിലും ഒരു അമലിനെ കുറിച്ച് എന്തിന് നീ ഇത് ചെയ്തു, എന്തുകൊണ്ട് നീ ഇത് ചെയ്തില്ല എന്നാണ് റബ്ബ് നാളെ ചോദിക്കുന്നതെങ്കിൽ ഉറപ്പാണ് ഇതിന് ശിക്ഷ. കാരണം എന്താ? മൻ നൂഖിശ ഫിൽ ഹിസാബി ഉദ്ദിബ, വിചാരണയിൽ കൂലങ്കഷമായി വിലയിരുത്തപ്പെട്ടാൽ അവൻ ശിക്ഷയ്ക്ക് അർഹനായി. ഖാലത്ത്, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഖുൽതു അലൈസ യഖൂലുല്ലാഹു തആല, ഞാൻ ചോദിച്ചു നബിയോട്, നബിയെ അള്ളാഹു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്ത്? ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, വലത് കൈയിൽ കിതാബ് കിട്ടിയ ആളുകൾ അവർക്ക് വിചാരണ എളുപ്പമായി കൊടുക്കും. അപ്പൊ പിന്നെ ശിക്ഷിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതോ? അപ്പൊ എളുപ്പമുള്ള വിചാരണ എന്താ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക്കൽ അർദു, എളുപ്പമുള്ള വിചാരണ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യലില്ല, കാണിച്ചു കൊടുക്കലും മാത്രമേ ഉള്ളൂ. നന്മകളൊക്കെ എടുത്ത് പ്രദർശിപ്പിക്കും, തിന്മകൾ രഹസ്യമായിട്ട് കാണിച്ചു കൊടുത്ത് ഞാനത് മാപ്പ് തന്നിട്ടുണ്ട് എന്ന് പറയും. ഇതാണ് സത്യവിശ്വാസികളെ വിചാരണ ചെയ്യുന്ന രീതി. ഇനി ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ ഇത്തരം ആയത്തുകളെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഖാലൽ ഖുർത്തുബി, ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മാഅനാ ഖൗലിഹി ഇന്നമാ ദാലിക്കൽ അർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്ത്? പിന്നെ ഇതാണ് പ്രദർശനം, കർമ്മങ്ങൾ കാണിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഇന്നമാ എന്നാണ് ഇത് മാത്രമാണ്. വിചാരണയും ചോദ്യം ചെയ്യലൊന്നും, എന്തുവാണ് ചെയ്തത്, എന്താ ചെയ്യാത്ത, ഇങ്ങനെ ചോദ്യമൊന്നുമില്ല, കാണിച്ചു തരിക എന്നത് മാത്രമേ ഉള്ളൂ. അന്നൽ ഹിസാബൽ മദ്കൂറ ഫിൽ ആയ, നേരത്തെ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വിചാരണ ഇന്നമാ ഹുവ അൻ തുറല അഅ്മാലുൽ മുഅ്മിനി അലൈഹി, ഒരു സത്യവിശ്വാസിയുടെ അമലുകൾ അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കപ്പെടും. എത്രത്തോളം? ഹത്താ യഅരിഫ മിന്നത്തല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ അനുഗ്രഹം അവന്റെ അരികിൽ എത്രമാത്രമാണ് ചൊരിയപ്പെട്ടത് എന്ന് അവൻ മനസ്സിലാക്കുന്നതിനു വേണ്ടി. ഫീ സത്രിഹാ അലൈഹി ഫി ദുനിയ, ദുനിയാവിൽ തന്നെ അവന്റെ തെറ്റുകൾ അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്, അങ്ങനെ അള്ളാഹു അവനോട് അനുഗ്രഹം കാണിച്ചിരിക്കുന്നു. വഫീ അഫ്വിഹി അൻഹാ, ഫിൽ ആഖിറ, പരലോകത്താകട്ടെ അള്ളാഹു മാപ്പ് കൊടുത്തു. രഹസ്യമായിട്ടാണ് ഇത്തരം ആളുകൾ, സത്യവിശ്വാസികളുടെ പല തെറ്റുകളും ഉണ്ടാവുക. അത് അള്ളാഹു ദുനിയാവിൽ അത് പരസ്യപ്പെടാതെ മറച്ചുവെച്ചതും അള്ളാഹുവാണ്, പരലോകത്ത് അത് മാപ്പ് കൊടുത്തതും അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ അവന് തിരിച്ചറിയാൻ പറ്റും. ഇനി മറ്റൊരു റിപ്പോർട്ട് നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു പറയാണ്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹിസാബിൽ യസീർ, എളുപ്പമുള്ള വിചാരണ എന്താണ് എന്ന് റസൂലിനോട് ഞാൻ ചോദിച്ചു. ഫഖുൽതു യാ റസൂലല്ലാഹ് മൽ ഹിസാബുൽ യസീർ, എന്താണ് എളുപ്പമുള്ള വിചാരണ? ഫഖാല, അദ്ദേഹം പറഞ്ഞു, അർറജുലു തുറദു അലൈഹി ദുനൂബുഹു, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം. ഒരു മനുഷ്യന്റെ മുന്നിൽ അവന്റെ തിന്മകളൊക്കെ പ്രദർശിപ്പിക്കപ്പെടും. സുമ്മ യതജാവസു ലഹു അൻഹാ, പിന്നെ അവൻ അതെല്ലാം വിട്ടുകൊടുക്കും, പുറത്തു മാപ്പാക്കി കൊടുക്കും. ഇന്നഹു മൻ നൂഖിശൽ ഹിസാബ ഹലക, എന്നാൽ അങ്ങനെ കേവലം പ്രദർശിപ്പിച്ച് മാപ്പ് കൊടുത്തു എന്ന് പറയാതെ ഈ തിന്മ നീ എന്തിനാണ് ചെയ്തത് എന്ന് റബ്ബ് ചോദിച്ചാൽ ഹലക, അവൻ തുലഞ്ഞു അഥവാ നരകത്തിലായി. അതാണ് മൻ നൂഖിശൽ ഹിസാബ ഉദ്ദിബ. ഇതാണ് വിചാരണയുടെ ഒരു പ്രധാനപ്പെട്ട രൂപം. സത്യവിശ്വാസികളുടെ വിചാരണ എങ്ങനെയാണ്? സത്യവിശ്വാസികളുടെ വിചാരണയിൽ ഒരു ഭാഗം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? വിചാരണ തന്നെയല്ല, അവരുടെ നന്മകൾ കാണിച്ചു കൊടുക്കാന്നല്ലാതെ പ്രദർശനമോ അല്ലെങ്കിൽ മറ്റ് സംസാരമോ ഒന്നുമില്ല. അവർ നേരെ സ്വർഗത്തിലേക്ക് പോയിക്കളാൻ പറയും. വിചാരണയോ ശിക്ഷയോ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്ന 70,000 ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്നവരാണവർ. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരിളത അലയ്യൽ ഉമം, കുറേ സമൂഹങ്ങൾ എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. പരലോകത്തുണ്ടല്ലോ, മഹ്ശറിൽ വരുന്ന കുറേ സമൂഹങ്ങളെ എനിക്ക് കാണാൻ അവസരം തന്നു അള്ളാഹു. ഞാനൊരു നബിയും കൂടെ കുറച്ച് ആളുകളെയും കണ്ടു. വേറൊരു നബി, അയാളുടെ കൂടെ 1-2 ആളേ ഉള്ളൂ. വേറെ ഒരു നബിയുണ്ട്, അയാളുടെ കൂടെ ആരും കൂടെ നിൽക്കാനില്ല. അങ്ങനെ മഹ്ശറിൽ പല രൂപത്തിൽ നബിയുടെ അരികിലേക്ക്, ആ പരലോകത്ത് ഓരോ നബിമാരുടെ അരികിലേക്ക് അവരുടെ ഉമ്മത്ത് വരുന്നത്, ചില നബിമാരുടെ അരികിലേക്ക് ആരും വരാനില്ലാത്തത്, ഇതൊക്കെ പരലോകത്തെ കാഴ്ചകൾ അള്ളാഹു എനിക്ക് കാണിച്ചു. മേറാജ് രാവിനാണ് അള്ളാഹു ഇത്തരം കാഴ്ചകൾ കാണിച്ചു കൊടുത്തത്.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ജനതയും ഒരു നബിയും ഇങ്ങനെ വരുന്നു. ആളെ മനസ്സിലാകുന്നില്ല. ഒരു നബിയുടെ അരികിലേക്ക് വലിയൊരു ജനത വരുന്നുണ്ട്. അത് ഞാൻ കണ്ടു. ഞാനത് നോക്കി. ഞാൻ വിചാരിച്ചു അത് എൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന്. ഇത്രയേറെ ആളുകളുണ്ട്. കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ് പരലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മഹ്ശറിൽ. എൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അല്ല, അത് മൂസാ നബിയുടെ ഉമ്മത്താണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് ചക്രവാളത്തിന്റെ ഒരറ്റത്ത് ഒരുപാട് ആളുകളെ കണ്ടു, മറ്റൊരറ്റത്ത് വേറൊരു വലിയ സംഘത്തെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് ഹാദിഹി ഉമ്മത്തുക്ക്, ഇത് നിന്റെ ഉമ്മത്താണ്. എന്നിട്ട് അള്ളാഹു മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുക്കാൻ, വമാഹും സബൂന അൽഫൻ, അവരോടൊപ്പം 70,000 ആളുകളുണ്ട്. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വലാ അദാബിൻ, ശിക്ഷയില്ലാതെയും. ചില ആളുകൾ സ്വർഗത്തിൽ പോകുമെങ്കിലും മാപ്പ് കിട്ടാത്ത തെറ്റുകൾക്ക് നരകത്തിൽ കിടക്കണം. ശിക്ഷ കഴിഞ്ഞിട്ട് അവർ പുറത്തു പോകും. തൗഹീദ് ഉള്ളതുകൊണ്ടാണ് അവർ പുറത്തു വരുന്നത്. തൗഹീദ് ഇല്ലെങ്കിൽ, തീരെ നിസ്കരിക്കാത്തവരാണെങ്കിൽ, പരലോക വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ഒരിക്കലും അവർ നരകത്തുനിന്ന് പുറത്തു വരില്ല, അനശ്വരരാണ്. തൗഹീദുള്ള ആളുകളുടെ തെറ്റുകൾ മാപ്പാക്കിയതിനും അപ്പുറത്ത് ബാക്കിയുണ്ടെങ്കിൽ ശിക്ഷ എത്ര കാലമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അത്രയും കാലം നരകത്തിൽ കിടക്കേണ്ടി വരും. പിന്നെ അവരെ മോചിപ്പിക്കും. നമ്മൾ നേരത്തെ സിറാത്ത് എന്ന ഒരു പാലത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് താഴെ വീഴുന്ന ആളുകളൊക്കെ രക്ഷപ്പെടും. അവസാനം സിറാത്ത് പാലത്തിൽ കയറാൻ ഭാഗ്യമില്ലാതെ നേരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും മോചനമുണ്ടാവുകയുമില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു. സുമ്മ നഹള, എല്ലാവരും ജാഗ്രതയുള്ളവരായി. ഫദഖല മൻസിലഹു, അദ്ദേഹം എഴുന്നേറ്റു. മുഹമ്മദ് നബി ഇത് പറഞ്ഞിട്ട് നഹള ഇരുന്നേടത്ത് എണീറ്റു. എന്നിട്ട് ഫദഖല മൻസിലഹു, അദ്ദേഹം എണീറ്റ് വീട്ടിനകത്തേക്ക് പോയി. വിഷയം പൂർത്തിയാക്കാതെ, എന്തോ ഒരു ആവശ്യമുള്ളതുകൊണ്ട്, പള്ളിയുടെ അടുത്തനാണ് വീട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നബിക്ക് വീട്ടിൻ്റെ അകത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. നബി അകത്തുപോയി. അകത്ത് ചെന്നപ്പോൾ സ്വഹാബികൾക്കിടയിൽ സംസാരമുണ്ടായി. വഖാല ബഅ്ദുഹും, സ്വഹാബികളുടെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന സ്വഹിബൂ റസൂലല്ലാഹ്, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സ്വഹാബികളായിരിക്കും അത്. ഏത്? ആ 70,000 ഉണ്ടല്ലോ, നബിയെ നേരിട്ട് കണ്ട് നബിയുടെ കൂടെ ജീവിച്ച സ്വഹാബികളായിരിക്കാം ആ 70,000. വഖാല ബഅ്ദുഹും, വേറെ ചില സ്വഹാബികൾ പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന വുലിദൂ ഫിൽ ഇസ്ലാം വലം യുശ്രികൂ ബില്ലാഹ്, ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത 70,000 ആൾക്കാർ, ജനിച്ചപ്പോൾ തന്നെ മുസ്ലിമാണ്. അങ്ങനെയുണ്ട് ചില സ്വഹാബികളിൽ പല ആൾക്കാരും ജനിച്ചപ്പോൾ മുശ്രിക്കാണ്, ശിർക്ക് ചെയ്ത് ജീവിച്ചിട്ട് പിന്നെ ദഅവത്ത് കിട്ടി തൗഹീദിലേക്ക് വന്ന ആൾക്കാരാണ്. എന്നാൽ ചില ആളുകളുണ്ട് ജനിച്ചപ്പോൾ തന്നെ തൗഹീദുള്ള കുടുംബത്തിലാണ്. അപ്പൊ ജനിച്ചപ്പോൾ മുതൽ ഒരിക്കലും ജീവിതത്തിൽ ശിർക്ക് ചെയ്യാത്ത തൗഹീദുള്ളവരായിരിക്കും എന്ന് വേറെ ചില കൂട്ടം സ്വഹാബികൾ പറഞ്ഞു ആ 70,000 കുറിച്ച്. വദക്കറു അഷിയ, പലരും പലതും പറഞ്ഞു. മുഹാജിറുകളായിരിക്കും, അൻസാറുകളായിരിക്കും, അങ്ങനെ പല അഭിപ്രായങ്ങളും വന്നു. അങ്ങനെ ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അകത്തേക്ക് പോയ ആവശ്യം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് പുറത്തേക്ക് തന്നെ വന്നു. അപ്പോൾ പുറത്ത് ഇങ്ങനെ ആൾക്കാർ വർത്താനം പറയുന്നുണ്ട്. ഇതെന്താണ്, ആരാണ് 70,000 എന്ന് എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. നബി ചോദിച്ചു, മല്ലദീ തഖൂദൂന, നിങ്ങളെന്തായി ചർച്ച ചെയ്യുന്നു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബഹളം വെക്കുന്നത്? അഖ്ബറുഹു, അപ്പോൾ അവർ കാര്യം പറഞ്ഞു. ഒരാൾ ആ 70,000 ആരാണെന്നുള്ളതിനെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുന്നു, മറ്റേയാൾ ഇങ്ങനെ പറയുന്നു. ഓരോരുത്തരുടെ അഭിപ്രായം നബിയുടെ മുന്നിൽ വെച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ആരാണ്? അല്ല, ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യക്തവൂന വലാ യതതയ്യറൂന വഅലാ റബ്ബിഹിം യതവക്കലൂന. ഓരോന്നും വിശദീകരിച്ച് നമ്മൾ പിന്നീട് പഠിക്കേണ്ടതാണ്. 4 കാര്യങ്ങൾ. 1, ലാ യസ്തർഖൂന, റുഖിയ ആവശ്യപ്പെടാത്തവർ. എനിക്ക് നിങ്ങൾ റുഖിയ ചെയ്തു തരണം എന്ന് മാനസികമോ മറ്റേതെങ്കിലും നിലക്കുള്ളതായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആവശ്യപ്പെടാത്ത ആളുകൾ. വലാ യക്തവൂന, കയ്യ് ചികിത്സ, അതൊരു തരം ചൂട് ചികിത്സയാണ്. ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ചൂട് വെക്കുന്ന ചികിത്സ. ഇന്നും ചൂട് വെക്കുന്ന ചില ചികിത്സകളെ സംബന്ധിച്ച് അത് കൈ ചികിത്സയുടെ ഗണത്തിൽപ്പെട്ടവരാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം, അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളായതുകൊണ്ട് ഞാൻ വ്യക്തമാക്കുന്നില്ല എന്ന് മാത്രം. ഇന്നും അപ്പോൾ ചൂട് വെച്ചുകൊണ്ടുള്ളൊരു ചികിത്സയുണ്ട്. അത് ഹറാമൊന്നുമല്ല. അത് ചെയ്യാതിരിക്കുന്നവരായിരിക്കും ആര് ആ 70,000 പെടുക. ഇതൊന്നും റുഖ്യ നടത്തുന്നത് ഇസ്ലാം വിലക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, റുഖ്യ ചെയ്തു കൊടുക്കാൻ നബി കൽപ്പിച്ചിട്ടുണ്ട്. റുഖ്യ ചെയ്യുന്നവൻ മുസ്ലിങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരം ചെയ്യുന്നവൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു മോശം പരിപാടിയായിട്ടല്ല. എങ്കിലും അവർ സ്വബർ കൊണ്ട്, ക്ഷമ കൊണ്ട് തന്നെ തങ്ങളുടെ രോഗങ്ങളെ നേരിടുക. അങ്ങനെയുള്ള ആളുകൾ, അത് ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം 70,000 ആ 70,000 ഇവരാണ് ഉൾപ്പെടുക. വലാ യതതയ്യറൂൻ, ലക്ഷണം നോക്കാത്തവർ. അത് പിന്നെ ഹറാമായ സംഗതിയാണ്. പക്ഷി ലക്ഷണം നോക്കുക. 2 പക്ഷികളെ പറത്തിയിട്ട് ഏത് ഭാഗത്തേക്കാണ് പറഞ്ഞത്, എന്നിട്ട് ഞാനിന്ന് പുറത്തിറങ്ങണോ വേണ്ടേ, എനിക്ക് ഭാഗ്യമുണ്ടോ അല്ലേ, അങ്ങനെ പക്ഷികൾ, അത് എല്ലാ തരം ലക്ഷണങ്ങൾക്കും അത് പറയും. പക്ഷികളെയാണ് അന്ന് ജാഹിലിയ കാലത്ത് ഉപയോഗിച്ചത് എന്നതുകൊണ്ടാണ് പക്ഷി ലക്ഷണം എന്ന് പറയുന്നത്. ശകുനം നോക്കുന്ന പരിപാടി
അമ്പ് എഴുതിട്ട് നോക്കുന്നത്, നറുക്കിട്ട് നോക്കുന്നത്, പിന്നെ ഒറ്റയും ഇരട്ടയും കണ്ടിട്ട് നോക്കുന്നത്, അങ്ങനെ പല നിലക്കും ലക്ഷണം നോക്കുന്ന പരിപാടിയുണ്ട്. കറുത്ത പൂച്ച ചാടിയാൽ വരെ ശകുനം നോക്കുന്ന ആളുകൾ നമ്മുടെ അരികിലുണ്ട്. എല്ലാത്തരം ലക്ഷണവും ഇത് പാടില്ല. ഒരിക്കലും അവർ ഈ ലക്ഷണം നോക്കുന്ന ആളുകളല്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ അവരുടെ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന, ഒരിക്കലും സൃഷ്ടികളെ വിളിക്കുകയില്ല. ഔലിയാക്കളെ, അമ്പിയാക്കളെ, ബാബയെ, ബീവിയെ, സിദ്ധനെ, വലിയനെ, ശേഖനെ, ഇവരെ ഒന്നും വിളിച്ചിട്ട് അവരിൽ കാര്യങ്ങൾ അർപ്പിക്കുന്നില്ല. ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ മാത്രം അർപ്പിക്കുന്ന, എനിക്ക് അള്ളാഹു മാത്രം മതി എന്ന് യാതൊരു സംശയവുമില്ലാതെ സമ്മതിക്കുന്ന ആളുകൾ അവർ 70,000 ആളുകളാണ്. അപ്പൊ സത്യവിശ്വാസികളുടെ വിചാരണ തന്നെ ഈ 2 തരത്തിലുണ്ട്. ഒന്ന്, വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. 2, ലളിതമായ വിചാരണ, അതായത് അമലുകൾ പ്രവേശിപ്പിക്കുക. നന്മയും കാണിച്ചു കൊടുക്കും. നന്മയാകുമ്പോൾ എല്ലാവരും കാണും, തിന്മയാകുമ്പോൾ അയാൾ മാത്രം കാണും. എന്നിട്ട് അള്ളാഹു മാപ്പ് കൊടുക്കും. ഇങ്ങനെയുള്ള സച്ചരിതരായ സത്യവിശ്വാസികൾക്ക് നൽകുന്ന ആ ലളിതമായ വിചാരണയ്ക്ക് പാത്രീഭവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം മഹാഭാഗ്യം നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫഊസീകും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 70,000 ആളുകൾ വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വഹാബി ഉക്കാശത്ത് ബിൻ മെഹ്സൻ, അദ്ദേഹം പറഞ്ഞു, ഉദുല്ലാഹ അൻ യജഅലനി മിൻഹും, ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നബിയോട്, ജീവിച്ചിരിക്കുന്ന നബിയോട് പറയാം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അത് സ്വീകരിച്ചതായി നബിക്ക് വഹി മുഖേന വിവരം കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല അൻത മിൻഹും, അതെ നീ അവരിൽപ്പെട്ടവനാണ്. ആ 70,000 ഒരാൾ ഉറപ്പാണ്. അതാരാണ്? ഉക്കാശ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഹുമ്മ ഖാമ റജുലുൻ ആഖർ, വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഫഖാല ഉദുല്ലാഹ അൻ യജഅലനി മിൻഹും, ഞാൻ അവരെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നബി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫഖാല സബഖക ബിഹാ ഉക്കാശ, അതായത് നബിക്ക് ആ വിഷയത്തിൽ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്ത് സ്വീകരിക്കുമെന്ന ഉറപ്പ് മാത്രമാണ് അള്ളാഹു കൊടുത്തത്. ബാക്കിയുള്ളവർ കൊണ്ട് ദുആ ചെയ്യാം, ഉറപ്പ് പറയാൻ നിവൃത്തിയില്ല. അപ്പോൾ ആ ദുആന്റെ കാര്യത്തിൽ ഉക്കാശ മുൻകടന്നു പോയി. പ്രാവശ്യപ്പെട്ടു, ഞാൻ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ അദ്ദേഹം ഉൾപ്പെട്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രണ്ടാമതായി സത്യനിഷേധികളുടെ വിചാരണ, അത് കൂലങ്കഷമായ വിചാരണ. അത് നേരത്തെ പറഞ്ഞതിനപ്പുറത്താണ്. മനസ്സിലായില്ലേ? ഇടത് കൈയിൽ കിതാബ് കിട്ടിയവർ, പിൻഭാഗത്തുകൂടെ കിതാബ് കിട്ടിയവർ, മഹ്ശറിൽ ഇരുട്ടിന്റെ വലയങ്ങളിലൂടെ നടക്കുന്നവർ, അവരുടെ മുഖത്ത് മുഴുവൻ കരുവാളിച്ചതായിരിക്കും, അവരുടെ ചുറ്റും ഇരുട്ടിന്റെ വലയമുണ്ടായിരിക്കും. നരകത്തിലേക്ക് പോകേണ്ട ആളുകൾ മഹ്ശറിൽ കണ്ടാൽ തന്നെ ഇവർ നരകാവകാശികളാണ് എന്ന് അവിടെ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന എല്ലാവർക്കും മനസ്സിലാവും. അവരുടെ മുഴുവൻ തിന്മകളും, മനസ്സിലായില്ലേ? വമയ്യാമൽ മിസ്കാല ദറത്തിൻ ശർറൻ യറ, ഒരു അണുത്തൂക്കം തിന്മയാണെങ്കിൽ പോലും അത് കാണുമെന്ന് പറഞ്ഞ പോലെ എല്ലാ തിന്മകളും എടുത്ത് പുറത്തിടും. നമ്മൾ വളരെ രഹസ്യമായി ചെയ്ത കാര്യമായിരിക്കും, ആരും അറിയരുതും ചെയ്യും. ആരൊക്കെ അറിയരുത് എന്നാണ് വിചാരിച്ചത്? ആരറിഞ്ഞാലും വേണ്ടില്ല, എൻ്റെ മക്കളറിയരുത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അറിയരുത്, എൻ്റെ ഭർത്താവ് അറിയരുത്, എൻ്റെ ബാപ്പ അറിയരുത്, ഉമ്മ അറിയരുതെന്നൊക്കെ ആളുകൾക്ക് വിചാരം ഉണ്ടാവും. അവരെന്നെ ആദ്യം കാണും. അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഇവന്റെ തിന്മകൾ ഓരോന്നോരോന്നായി, അവൻ രഹസ്യമായി ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്ന തിന്മകൾ, അവൻ കണ്ട ഹറാമായ കാഴ്ചകൾ, അവൻ സംസാരിച്ച ഹറാമായ വാക്കുകൾ, അവൻ സ്പർശിച്ച ഹറാമായ സ്പർശങ്ങൾ, അവൻ ഹറാമിലേക്ക് നടന്നുപോയ കാലുകൾ, ഹറാമ് പ്രവർത്തിച്ച കൈകൾ, ഇങ്ങനെ ഹറാമ് കണ്ട കണ്ണുകൾ, ഇതെല്ലാം തന്നെ എല്ലാം നാളെ കൃത്യമായി ഓരോന്നൊന്നും അണുത്തൂക്കം പോലും വിടാതെ എല്ലാം എടുത്ത് അഖില ജനങ്ങൾക്കും കാണിച്ചു കൊടുക്കും. ഇതാണ് ഇവൻ ചെയ്ത തിന്മകൾ. ഇതിന്റെ പേരിൽ ഇവന് നരകം വിധിച്ചിരിക്കുന്നു. അങ്ങനെ വഷളാക്കും. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നമ്മൾ പഠിച്ചിരുന്നു, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ റബ്ബേ എന്നെ നീ വഷളാക്കരുതേ, അപമാനിക്കരുതേ എന്ന്. അപ്പൊ അപമാനമില്ലാതിരിക്കണമെങ്കിൽ ഈമാനോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. പരലോകത്ത് ഏറ്റവും ആദ്യം വിചാരണ ചെയ്യുന്ന വിഷയം നമ്മുടെ വിശ്വാസം, അത് തൗഹീദായിരിക്കും. ഇബാദത്തുകളിൽ ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരമായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ അമാനത്തുകളിൽ ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന രംഗങ്ങളെക്കുറിച്ച്, ഏറ്റവും ആദ്യം നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന 3 ആളുകളെക്കുറിച്ച് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്ന അവ്വലൻ നാസി യുഖ്ളാ യൗമൽ ഖിയാമത്തി അലൈഹി റജുലുൻ ഉസ്തുശ്ഹിർ, ഷഹീദായ ഒരു മനുഷ്യൻ. പ്രത്യക്ഷത്തിൽ ആൾ ഷഹീദാണ്, യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് മരിച്ച ആളാണ്, ശരിക്കും വലിയ പദവി കിട്ടണം. അങ്ങനെ ഇസ്ലാമിന്റെ ഭാഗത്താണ് യുദ്ധം ചെയ്തത്, മുസ്ലിങ്ങൾക്ക് വേണ്ടി തൗഹീദിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ഒരാളെ കൊണ്ടുവരും. അയാൾക്ക് റബ്ബ് കൊടുത്ത നിയമത്തുകളൊക്കെ ബോധ്യപ്പെടുത്തും, അയാൾക്ക് അതൊക്കെ ബോധ്യപ്പെടും. എന്നിട്ട് അയാൾ ചോദിക്കും, ഫമാ അമിൽത ഫീഹാ,
നിനക്ക് റബ്ബ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നു, നല്ല ബുദ്ധി തന്നു, ഹിദായത്ത് തന്നു, ആരോഗ്യം തന്നു, ജീവിക്കാനുള്ള സൗകര്യം തന്നു, ജിഹാദിനുള്ള അവസരം തന്നു. ഇതൊക്കെ അള്ളാഹു സ്വർഗം നേടാൻ വേണ്ടി നിനക്ക് ഇത്ര നിയമത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതൊക്കെ അവൻ അംഗീകരിച്ചു. ശരിയാണ്. ശരി, ഈ അനുഗ്രഹങ്ങളെ നീ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവൻ പറയും ഖാത്തൽ തുഫി കഹത്തസ്തുഷിത്തു, ഷഹീദാകുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്തു എന്ന് അവൻ പറയും. അപ്പൊ അള്ളാഹു പറയും കദബ്ത, നീ കള്ളം പറഞ്ഞു. വലാകിൻ ഖാത്തൽത ലിഅൻ യുഖാല ജരീഅ്, നീ ആവേശമുള്ളവനാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടി, നീ ധീരനാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടി നീ യുദ്ധം ചെയ്തു. റബ്ബിനോട് പറഞ്ഞത് ഞാൻ യുദ്ധം ചെയ്ത് ഷഹീദായി. റബ്ബ് പറയാണ് നീ നുണ പറഞ്ഞു, നീ ഷഹീദിന്റെ കൂലി കിട്ടാനല്ല യുദ്ധം ചെയ്തത്, ഞാൻ നല്ല പോരാളിയാണ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യുദ്ധം ചെയ്താണ്. രണ്ടാമതായി ഒരു മുത്തസദ്ദിഖ് വരും, സദഖ കൊടുത്തവൻ, പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്തു, ഇഷ്ടം പോലെ പണം കൊടുത്തു, സഹായിച്ചു, ആര് ചോദിച്ചാലും കൊടുക്കും. അവൻ കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും റബ്ബേ ഞാൻ ഉദാരമതിയായിരുന്നു, ഇഷ്ടം പോലെ ആളുകൾക്ക് ഞാൻ സദഖ കൊടുത്തിട്ടുണ്ട്. റബ്ബ് പറയും കദബ്ത, നീ കള്ളം പറഞ്ഞു. വലാകിൻ തസദ്ദഖ്ത, നീ സദഖ കൊടുത്തത് ലിഅൻ യുഖാല അന്നക മുതസദ്ദിഖ്, നാട്ടുകാരൊക്കെ നിന്നെക്കുറിച്ച് നീ സദഖ കൊടുക്കുന്നവനാണെന്ന് പറയണം. അത് നിനക്ക് കിട്ടിയില്ല, അത് കൂലിയും കഴിഞ്ഞു. ദുനിയാവിൽ ആള് കാണാൻ വേണ്ടി ചെയ്താണ്, അത് ആള് കണ്ടു, തീർന്നു. പരലോകത്തേക്ക് അതില്ല, പരലോകത്തിന് വേണ്ടി നീ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് നരകത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന 3 ആളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ ഒന്ന് ഷഹീദാണെന്ന് പറഞ്ഞവൻ, 2 സദഖ കൊടുത്ത, 3ാമത്തെ ഖുർആൻ ഓതി. ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് എനിക്ക് ഓതാൻ അറിയാം, ഞാൻ ധാരാളം ഓതിയിട്ടുണ്ട്, ഞാൻ നല്ലൊരു കാര്യമാണ് എന്ന് പറയുമ്പം മനസ്സിലായി. തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅതു ഫീകൽ ഖുർആൻ, ഞാൻ ഇൽമ പഠിച്ചു, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഞാൻ ഖുർആൻ ഓതി എന്നൊക്കെ പറയുമ്പോൾ ഖാല, റബ്ബ് പറയും കദബ്ത, നീ നുണ പറഞ്ഞു. വലാകിന്നക തഅല്ലംതുൽ ഇൽമ, നീ ഇൽമ പഠിച്ചതിൽ യുഖാല ആലിം, നീ ഒരു ആലിമാണ് എന്ന് അറിയപ്പെടാൻ വേണ്ടിയാണ്, പറയപ്പെടാൻ വേണ്ടിയാണ്. വഖറഅതുൽ ഖുർആന, നീ ഖുർആൻ ഓതിയത് ലിയുഖാല ഹുവ ഖാരി, ഇവൻ നല്ലൊരു ഓത്തുകാരൻ, നല്ലൊരു പാരായണക്കാരൻ എന്ന പേര് കിട്ടാൻ വേണ്ടിയാണ്, എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് എന്ന് പറയുകയും ഫഖദ് ഖീല, ഇങ്ങനെ പറയപ്പെടും. സുമ്മ ഉമിറ ബിഹി, പിന്നീട് കൽപ്പന വരും. ഫസ്സുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, അവനെ അവന്റെ മുഖങ്ങളിൽ വലിച്ചേച്ചു കൊണ്ടുപോകപ്പെടും, നരകത്തിലേക്ക് എറിയപ്പെടുന്നവരെ. പരലോകത്ത് കാലുകൊണ്ടല്ല കാഫറുകൾ നടക്കുക, മുഖം കൊണ്ടാണ്. അള്ളാഹു ഒരാളെ അപമാനിക്കാൻ ഇതിൽ പരന്തു വേണം? നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മുഖം. ആ മുഖം കൊണ്ട് നാളെ പരലോകത്ത് നടക്കണം, തല കുത്തി നടക്കണം. മുക്കിബൻ അല വജീന, അങ്ങനെ ആ മുഖം കുത്തി അവനെ വലിയ ചങ്ങലകളിൽ ബന്ധിച്ചു വലിച്ചേച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. നരകത്തിലേക്ക് ആദ്യമായി വലിച്ചെറിയപ്പെടുന്ന 3 കൂട്ടർ ഇതാണ് എന്ന് സ്വഹീഹ് മുസ്ലിം എടുത്താൽ അതിന്റെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. ഇങ്ങനെയാണ് കൂലങ്കഷമായ വിചാരണ. ഇത് സത്യനിഷേധികളെ കാത്തിരിക്കുന്ന വിചാരണയാണ് എന്ന് മനസ്സിലാക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ട ഹദീസ്, ലമ്മാ നസലത് ഹാദിഹിൽ ആയ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അനുഗ്രഹങ്ങളെക്കുറിച്ച് അന്നേ ദിവസം വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ആയത്ത്. ഖാല അന്നാസു യാ റസൂലല്ലാഹ് അൻ അയ്യിൻ നഈമി നുസ്അൽ, ഏത് നിയമത്തിനെ കുറിച്ചാണ് നാളെ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ വിചാരണക്ക് വിധേയമാവുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഫഇന്നമാ ഹുവൽ അസ്വദാനി വൽ അദു ഹാദിർ വസുയൂഫുനാ അലാ അവാതിഖിനാ. അസ്വദാനിയെ കുറിച്ച് അല്ലാഹു ചോദിക്കും. അസ്വദാനി എന്നാൽ അത്തംറു വൽമാ, ഈത്തപ്പഴവും വെള്ളവും. നമുക്ക് ഈത്തപ്പഴം തിന്നാൻ കിട്ടിയത് റബ്ബ് ചോദിക്കുമ്പോൾ ശുക്ർ ചെയ്തു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദാഹം മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റബ്ബിനെ സ്തുതിച്ചോ. അപ്പൊ നമുക്ക് റബ്ബ് ചെയ്ത നിഅമത്തുകൾ ഇത്ര ചെറുതാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് മറുപടി വരണം. മനസ്സിലായി? യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഒരു തണലത്തെ നമ്മൾ വന്നിരുന്നാൽ ആ തണലിന് മറുപടി വരണം. അള്ളില്ലു വന്നവും മിനൻ നഈം, പൂർവികർ പറഞ്ഞു. തണലും അതേപോലെ തന്നെ വെള്ളവും ഒക്കെ എന്താണ്? അത് നിഅമത്താണ്. ഒന്ന് ഉറങ്ങിപ്പോയാൽ അള്ളില്ലു നവും എന്നാണ് ഉറക്കം. അതായത് യുദ്ധമൊക്കെ കഴിഞ്ഞ് 2 ദിവസം ഉറക്കമൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസം ഉറക്കമൊക്കെ ഇളച്ച് പരിക്കൊക്കെ പറ്റി സ്വാഭാവികമായിട്ട് യുദ്ധത്തിന്റെ ക്ഷീണം കഴിഞ്ഞ് വിശ്രമമില്ലാതെ തുടർച്ചയായി യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവർക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. ഒരു തണലത്ത് അവർ വിശ്രമിക്കുന്നു, അവർ ഉറങ്ങിപ്പോകുന്നു. ആ ഉറക്കത്തിന് അതൊരു അവകാശം. ഞങ്ങൾ ഇത്രയും യുദ്ധം ചെയ്തില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഉറങ്ങാനുള്ള അവകാശം കിട്ടണമെന്നല്ല. ആ ഉറങ്ങിയതിന് അതിനുശേഷം നന്ദി കാണിക്കണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരുന്ന ഓരോ നിഅമത്തും, നമുക്ക് സമ്പത്തിനെ നൽകി, സന്താനങ്ങളെ നൽകി, ആരോഗ്യം നൽകി, ബുദ്ധി നൽകി, ജീവിത സൗകര്യങ്ങൾ നൽകി, നിർഭയത്വം നൽകി. അള്ളാഹു ഇനി എന്താ തരാത്തത് നമുക്ക്? ഇതിന് നന്ദി കാണിക്കണം. ഇതൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടും. ഇത് ചോദ്യം ചെയ്യുന്ന നേരത്തെ പറഞ്ഞ 2 രീതിയിലാണ്. സത്യവിശ്വാസികളെ 2 രീതിയിൽ, ഒന്ന് വിചാരണയില്ലാത്തതും ഒന്ന് പ്രദർശനവുമാണ്. ആ നിലവാരത്തിൽ സത്യവിശ്വാസികളുടെ വിചാരണ കൈവരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന വീട്ടിലും
ഹോസ്പിറ്റലുകളുമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ, അവർക്കെല്ലാം അള്ളാഹു സമ്പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ മാത്രം ഫലസ്തീനും സിറിയയും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും ലോകത്തിന്റെ നാനാദിക്കുകളും പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ആശ്വാസവും തുറവിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരാണോ മുസ്ലിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് അർഹിക്കുന്ന ശാപവും നാശവും നഷ്ടവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيت ولا دينا إلا قضيت ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات وصلى الله على محمد وعلى آل محمد.